ഇന്നലെ നടന്ന പ്രധാന കുറ്റകൃത്യങ്ങൾ. വീട്ടമ്മയെ ഭീഷണിപ്പെടുത്തിയ പോലീസ് ഉദ്യോഗസ്ഥൻ പിടിയിൽ. പാലക്കാട് മുട്ടിക്കുളങ്ങര ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥൻ അജിത്താണ് അറസ്റ്റിലായത്. വായ്പാ തിരിച്ചടവ് മുടങ്ങിയതോടെ വീട്ടമ്മയോട് സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ ഏജന്റുമാർ മോശമായി പെരുമാറിയിരുന്നു. ഇത് ചോദ്യം ചെയ്തപ്പോഴാണ് ഏജന്റുമാരിൽ ഒരാളുടെ സഹോദരനായ പോലീസ് ഉദ്യോഗസ്ഥൻ വീട്ടമ്മയെ ഭീഷണിപ്പെടുത്തിയത്. ഇനിയും വീട്ടിൽ വരും, ചാകുന്നെങ്കിൽ ചത്തു കാണിക്കൂ എന്നായിരുന്നു ഭീഷണി. വീട്ടമ്മയായ രേണുകയ്ക്ക് ഒരു തവണ തിരിച്ചടവ് മുടങ്ങിയിരുന്നു. രേണുക പുറത്തുപോയ സമയത്ത് സ്ഥാപനത്തിലെ 3 ജീവനക്കാർ വീട്ടിലെത്തുകയും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളോട് തിരിച്ചടവ് സംബന്ധിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇതറിഞ്ഞ രേണുക വിവരം അന്വേഷിക്കാനായി വനിതാ ഏജന്റിനെ മൊബൈൽ ഫോണിൽ വിളിച്ചു. എന്നാൽ ഫോൺ എടുത്തത് ഏജന്റിന്റെ സഹോദരനും പോലീസ് ഉദ്യോഗസ്ഥനുമായ അജിത്തായിരുന്നു. തുടർന്നാണ് അജിത്ത് ഭീഷണിപ്പെടുത്തിയത്. ഫോൺ സംഭാഷണത്തിന്റെ ഓഡിയോ സന്ദേശം ഉൾപ്പെടെ രേണുക പരാതി നൽകിയതോടെ ആലത്തൂർ പോലീസ് അജിത്തിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇയാൾക്കൊപ്പം ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരി കൂടിയായ സഹോദരി, മറ്റു 2 ജീവനക്കാർക്കെതിരെയും പോലീസ് കേസെടുത്തു. സ്കൂൾ വിദ്യാർത്ഥിനിയെ പ്രണയം നടിച്ച് പീഡനത്തിനിരയാക്കിയ ഓട്ടോ ഡ്രൈവർ അറസ്റ്റിൽ. വെമ്പായം സ്വദേശി അരുണിനെയാണ് വട്ടപ്പാറ CI പിടികൂടിയത്. പ്രതിയുടെ ഓട്ടോയിലാണ് വിദ്യാർത്ഥിനി സ്കൂളിലും ട്യൂഷനും പോയിരുന്നത്. പ്രതി പെൺകുട്ടിക്ക് മൊബൈൽ ഫോൺ വാങ്ങി നൽകി പ്രലോഭിച്ച് പീഡനത്തിനിരയാക്കുകയായിരുന്നു. പ്രതിയുടെ ഭീഷണി മൂലം പെൺകുട്ടി ഇക്കാര്യം ആരോടും പറഞ്ഞിരുന്നില്ല. അടുത്തിടെ പെൺകുട്ടിയുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നി ബന്ധുക്കൾ ചോദിച്ചപ്പോഴാണ് വിവരം പുറത്തുവന്നത്. മദ്യപിക്കുന്നതിനിടെ വാക്കേറ്റം, യുവാവിനെ സുഹൃത്ത് കുത്തിക്കൊന്നു. മട്ടന്നൂർ നഗരസഭയിലെ നടുവനാടാണ് മദ്യലഹരിയിൽ യുവാവിനെ സുഹൃത്ത് കുത്തിക്കൊന്നത്. തിരുവനന്തപുരം പാറശാല സ്വദേശിയായ ജസ്റ്റിൻ രാജ് ആണ് മരിച്ചത്. സംഭവത്തിന് പിന്നാലെ സുഹൃത്ത് രാജയെ മട്ടന്നൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇരുവരും പാറശാല സ്വദേശികളാണ്. ജസ്റ്റിൻ രാജും രാജയും ചേർന്ന് രാജയുടെ വാടക വീട്ടിലിരുന്ന് മദ്യപിക്കുന്നതിനിടയിലാണ് കൊലപാതകം നടന്നത്. വാക്കേറ്റത്തിനിടെ രാജ ജസ്റ്റിനെ കുത്തുകയായിരുന്നു. രാജയുടെ കുട്ടി സമീപത്തെ കടയിൽ ചെന്ന് വിവരം പറഞ്ഞതോടെ നാട്ടുകാർ സംഭവം അറിയുകയായിരുന്നു. ഉടനെ തന്നെ ജസ്റ്റിനെ മട്ടന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഒരു കുടുംബത്തിലെ 5 പേർ ശ്വാസം മുട്ടി മരിച്ചു. മരിച്ചവരിൽ 3 പേർ കുട്ടികൾ. ദമ്പതികളും അവരുടെ 3 കുട്ടികളുമാണ് മരിച്ചത്. ബാരാമുള്ള ജില്ലയിൽ നിന്നുള്ള കുടുംബം പാന്ത്രാദൻ പ്രദേശത്ത് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. ശ്വാസം മുട്ടൽ മൂലം ബോധരഹിതരായ ഇവരെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ശ്വാസം മുട്ടി മരിച്ചവരിൽ 1 മാസം മാത്രം പ്രായമുള്ള കൈക്കുഞ്ഞുമുണ്ട്. തണുപ്പിനെ അതിജീവിക്കാനായി വീടിനുള്ളിൽ ഉപയോഗിച്ച ഹീറ്റിംഗ് ഉപകരണങ്ങളാണ് ദുരന്തത്തിന് കാരണമായതെന്ന് നിഗമനത്തിലാണ് പോലീസ്. ആലപ്പുഴ കാട്ടൂരിൽ കെട്ടിയിട്ട നിലയിൽ ഏതാനും ദിവസം മുൻപ് കണ്ടെത്തിയ വീട്ടമ്മ തൂങ്ങി മരിച്ച നിലയിൽ. കാട്ടൂർ പുത്തൻപുരയ്ക്കൽ തങ്കമ്മയാണ് മരിച്ചത്. ഏതാനും ദിവസം മുൻപ് വീട്ടിൽ ആരുമില്ലാതിരുന്ന സമയത്താണ് അജ്ഞാതൻ ഇവരെ കെട്ടിയിട്ട നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് മകൻ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. മർദ്ദിച്ച് ബോധം കെടുത്തിയ ശേഷം വീട്ടമ്മയെ ജനൽ കമ്പിയിൽ കെട്ടിയിടുകയായിരുന്നു. ജോലി കഴിഞ്ഞ് തിരിച്ചെത്തിയ മകനാണ് സ്ത്രീയെ തുണി വായിൽ തിരികെ കെട്ടിയിട്ട നിലയിൽ കണ്ടെത്തിയത്. വീടിന്റെ വാതിലുകൾ പൂട്ടിയിട്ട ശേഷമാണ് അക്രമി മടങ്ങിയത്. അടുക്കള വാതിൽ വഴി മകൻ അകത്ത് കയറിയപ്പോഴാണ് ബോധരഹിതയായ അമ്മയെ കാണുന്നത്. പിന്നാലെ പോലീസിൽ പരാതി നൽകി. മോഷണ ശ്രമമാണെന്ന് കരുതിയെങ്കിലും ആഭരണങ്ങൾ അടക്കം ഒന്നും നഷ്ടപ്പെട്ടിരുന്നില്ല. വടക്കാഞ്ചേരി റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം അജ്ഞാത മൃതദേഹം. അകമലയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. അകമല റെയിൽവേ ഓവർബ്രിഡ്ജിനും ഭവൻ സ്കൂളിനും ഇടയിലുള്ള ഒഴിഞ്ഞ സ്ഥലത്താണ് മൃതദേഹം കണ്ടെത്തിയത്. 65 വയസ്സും പ്രായം തോന്നുന്ന വ്യക്തിയുടെ മൃതദേഹമാണ് ഇന്നലെ രാവിലെ 11 മണിയോടെ കണ്ടെത്തിയത്. അമ്മയെയും സഹോദരനെയും ഭീഷണിപ്പെടുത്തിയെന്ന പരാതി അന്വേഷിക്കാൻ പോയ SIക്ക് പ്രതിയുടെ കടിയേറ്റു.
കാസർഗോഡ് എസ് ഐ അരുൺ മോഹനാണ് പ്രതിയുടെ കടിയേറ്റത്. സംഭവവുമായി ബന്ധപ്പെട്ട് കാര്യോട്ടുചാൽ കാഞ്ഞിരക്കുണ്ടിയിലെ രാഘവൻ മണിയറയെ പോലീസ് അറസ്റ്റ് ചെയ്തു. മാതാവിനെയും സഹോദരനെയും പ്രതി ഭീഷണിപ്പെടുത്തുന്നുവെന്ന പരാതിയിലാണ് എസ് ഐ അടക്കമുള്ള പോലീസ് സംഘം വീട്ടിലെത്തിയത്. പോലീസ് സംഘത്തെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ തടഞ്ഞ എസ് ഐയെ പ്രതി കയ്യിൽ കടിക്കുകയായിരുന്നു. വലതു കൈത്തണ്ടയിൽ കടിയേറ്റ എസ് ഐ അരുൺ മോഹൻ ആശുപത്രിയിൽ ചികിത്സ തേടി. ഒരു വീട്ടിലെ 4 പേരെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ദമ്പതികളും 2 മക്കളുമാണ് മരിച്ചത്. ബംഗളൂരു RMB സെക്കൻഡ് സ്റ്റേജിലെ ഒരു വാടക വീട്ടിലാണ് ഞെട്ടിക്കുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത്. സോഫ്റ്റ്വെയർ കൺസൾട്ടന്റായ അനൂപ് കുമാർ, ഭാര്യ രാഗി എന്നിവരെയും ഇവരുടെ 5 വയസ്സുള്ള മകനെയും 2 വയസ്സുള്ള മകളെയുമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇവർ ഉത്തർപ്രദേശിലെ അലഹബാദ് സ്വദേശികളാണ്. പുതുവത്സര ദിനത്തിൽ മാരാരിക്കുളം ബീച്ചിലെ യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച പ്രതി അറസ്റ്റിൽ. മാരാരിക്കുളം നോർത്ത് പഞ്ചായത്ത് 17-ാം വാർഡിൽ ചെത്തിയിൽ വടക്കേത്തയിൽ വീട്ടിൽ സനീഷ് എന്ന് വിളിക്കുന്ന ക്രിസ്ത്യൻ ആണ് അറസ്റ്റിലായത്. മാരാരിക്കുളം ബീച്ചിൽ പുതുവത്സര പരിപാടികൾ നടത്തുന്ന സ്ഥലത്തെ കടയിൽ നിന്നും പണം നൽകാതെ സാധനങ്ങൾ വാങ്ങിയത് കടയുടമയായ മാരാരിക്കുളം സ്വദേശി വിപിൻ ജോൺ ചോദ്യം ചെയ്തു. പ്രകോപിതനായ ക്രിസ്ത്യൻ ചില്ല് കഷ്ണം ഉപയോഗിച്ച് വിപിന്റെ കഴുത്തിൽ പരിക്കേൽപ്പിക്കുകയായിരുന്നു. കഴുത്തിന് മുറിവേറ്റ ഇയാളെ സുഹൃത്തുക്കളാണ് ആശുപത്രിയിൽ എത്തിച്ചത്. മുപ്പത് വർഷമായി ആൾതാമസമില്ലാത്ത വീട്ടിനുള്ളിൽ തലയോട്ടിയും ഫ്രിഡ്ജിൽ അസ്ഥികൂടങ്ങളും. എറണാകുളം ചോറ്റാനിക്കര പൈനിങ്കൽ പാലസ് സ്ക്വയറിലെ വീട്ടിനുള്ളിൽ ഉപയോഗശൂന്യമായ ഫ്രിഡ്ജിലാണ് വിവിധ കവറുകളിലായി അസ്ഥികൂടത്തിന്റെ ഭാഗങ്ങളും വീടിന് അകത്ത് നിന്ന് തലയോട്ടിയും കണ്ടെത്തിയത്. ആൾതാമസമില്ലാത്തതിനാൽ സാമൂഹ്യ വിരുദ്ധരുടെ സ്ഥിരം താവളമായിരുന്നു വീട്. സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം മൂലം നാട്ടുകാർ നൽകിയ പരാതിയെ തുടർന്ന് പോലീസ് പരിശോധനയ്ക്കായി എത്തിയതായിരുന്നു. വൈറ്റിലയിൽ താമസിക്കുന്ന ഒരു ഡോക്ടറുടെ വീടാണിത്. അസ്ഥികൂട ഭാഗങ്ങളിലും തലയോട്ടിയിലും അടയാളപ്പെടുത്തലുകൾ കണ്ടെത്തി. വന്ദേ ഭാരതിൽ യാത്രക്കാർ തമ്മിൽ ഏറ്റുമുട്ടി. കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരത് ട്രെയിനിലാണ് സംഭവം. ഏറെ നേരം തുടർന്ന കയ്യാങ്കളി കൃത്യസമയത്തെത്തി നിയന്ത്രിക്കാൻ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല. കുട്ടികൾ ഉൾപ്പെടെ ഉണ്ടായിരുന്ന ട്രെയിനിൽ 2 യാത്രക്കാർ തമ്മിലായിരുന്നു അടിയുണ്ടായത്. ഇതിൽ ഒരാളുടെ മൂക്ക് പൊട്ടി രക്തസ്രാവം ഉണ്ടായി. കണ്ണൂർ സ്വദേശിയായ ബ്രിജേഷ് സ്ത്രീകളോട് മോശമായി പെരുമാറിയെന്നാരോപിച്ചായിരുന്നു കയ്യാങ്കളി. ഏറ്റുമുട്ടിയ യാത്രക്കാരെ ഒടുവിൽ ചെങ്ങന്നൂർ പോലീസിന് കൈമാറി. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്.